ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചമാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പം പാവുബനിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ പാവുബനിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. പാവ് ഭാജിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, കാരണം നമുക്ക് പാവുബനും ഭാജി കൂട്ടിയിട്ട് കഴിച്ചിട്ടുള്ളൊരു ശീലമില്ല. നമുക്ക് കേരളീയർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ണൂർക്കാർക്കൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ശീലമാണ്. അപ്പോൾ ഇന്ന് സ്റ്റഫ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് പാവ് ഭാജി അങ്ങനെ കഴിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഭാജിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റഫിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പാവുബനിൻ്റെ റെസിപ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബന്നാണ്. നല്ല മോയ്സ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണ്. ഇത് ഇഫ്താറിന് നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ ഒരു അരക്കപ്പ് ഇളം ചൂട് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക. അഥവാ ഇതുപോലെ നല്ല എന്താ പറയുക കുമളയായിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഈസ്റ്റ് ഉപയോഗിക്കരുത്, കാരണം നമുക്ക് മാവ് പൊങ്ങി കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം പിന്നെ നോക്കിയിട്ട് പാവുബൻ ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ ഈസ്റ്റ് ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ സക്സസ് ആണെങ്കിൽ പിന്നെ നമുക്ക് പൊടിയിൽ ഒപ്പം തന്നെ പൊടിയിൽ കൂട്ടിയിട്ട് തന്നെ കുഴച്ചെടുക്കാം. ആദ്യം ഫെർമെൻ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഡോക്ക് വേണ്ടിയിട്ടുള്ള മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2.5 കപ്പ് മൈദപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് പൗഡർ നിങ്ങളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വെള്ളം ചേർത്തിട്ടാണ് കുഴക്കുന്നത്. അപ്പം വെള്ളത്തിന് പകരം പാലെടുത്തോളൂ കേട്ടോ. പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി പിന്നെ ആ മുട്ട പൊടിയുടെ എല്ലാ ഭാഗത്തും മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് കുഴച്ച് വെക്കുക. അതിന് ശേഷം ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫെർമെൻ്റ് ചെയ്ത ഈസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ്. വെള്ളം നമ്മൾ ആദ്യം ഈസ്റ്റ് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചതും ഇളം ചൂടുള്ള വെള്ളത്തിലാണ്, ഇപ്പോൾ ഒഴിക്കുന്നതും ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ. ഒരിക്കലും നോർമൽ വാട്ടർ ചേർത്തിട്ട് കുഴക്കരുത്. 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 1.25 കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടി വന്നത്. നിങ്ങൾ കുഴക്കുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ കുറവ് എന്തായാലും മതിയാവില്ല. എന്തായാലും ഒരു 1.25 കപ്പിൽ കുറച്ച് കൂടുതലേ വേണ്ടി വരും. അത് മുട്ട ഒക്കെ ചേർത്ത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ പഞ്ചസാര ഇതിൽ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തുള്ളത്. നമുക്ക് പാവുബൻ ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്, വേറെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ സ്വീറ്റ് ബന്നൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കും. നമുക്കിത് പാവുബൻ ആയതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ലൂസായിട്ടാണുള്ളത്. നന്നായിട്ട് ഇതിന് ഞാനൊരു കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്, സിലിക്കോൺ മാറ്റിൽ വെച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക കുറച്ച് സമയം. എന്നിട്ട് അതിലേക്ക് ഒരു 25 ഗ്രാം റൂം ടെമ്പറേച്ചറിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം, മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈവെള്ളയുടെ ആ ഒരു ഭാഗം കൊണ്ട് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണെങ്കിലും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. നന്നായിട്ട് ഒരു 15 മിനിറ്റ് കൈവെള്ളം കൊണ്ട് തേച്ച് കുഴച്ചെടുത്തിട്ട് കൈക്കോ നമ്മളെ കൗണ്ടർ ടോപ്പിലും കൈക്കൊന്നും തീരെ ഒട്ടാത്ത പരുവത്തിൽ വരെ കുഴച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ടെങ്കിലേ ഈ മൈദയുടെ ആ ഗ്ലൂട്ടൻ ആക്റ്റീവ് ആവുള്ളൂ കേട്ടോ. ഇതുപോലെ കൈകൊണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പം പൊട്ടിപ്പോകാത്ത രീതിയിൽ, കീറിപ്പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോ ശരിയായ പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടെന്ന് അർത്ഥം കേട്ടോ. കൈ കൊട്ടുകയും ചെയ്യുന്നില്ല, കണ്ടോ, കൈ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടും കൈ കൊട്ടുന്നില്ല. ഇനി ഒന്നും കൂടി ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഒരു കുഴച്ച പാത്രത്തിൽ തന്നെ വൃത്തിയാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതൊന്ന് പാത്രത്തിന് നന്നായിട്ട് തേച്ചതിന് ശേഷം നമ്മൾ മാവ് ഇതിലേക്ക് എടുത്ത് വെക്കാം. മാവ് നന്നായിട്ട് കുഴച്ച് ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഇതിലേക്ക് എടുത്ത് വെക്കാം. ഇനി ഇതിന് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഒന്നുകിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട്, ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് കൊണ്ടോ മൂടിയിട്ട് നമുക്ക് വെക്കാം. നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇതൊന്ന് പൊങ്ങിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ വരെ സമയം വെച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഞാനൊരു 2-3 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ള എയറൊക്കെ ഒന്ന് പോകണം. ബബിളായിട്ടുണ്ടാവില്ല, പൊങ്ങും ഉള്ളിലൊക്കെ ബബിളായിട്ടുണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം.
ഇനി ഞാനിതൊരു ഈക്വലായിട്ട് ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു 50 ഗ്രാം ഈക്വലായിട്ട് ഓരോ ബോളാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൈകൊണ്ട് പിടിച്ചാൽ ഇങ്ങനെ ബോളാക്കി പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ആ ഒരു കൃത്യമായ ഒരു അളവിൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ മെഷർ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 50 ഗ്രാം അളവിൽ എനിക്കൊരു 14 ബോൾ കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടി കൈകൊണ്ട് നന്നായിട്ട് നല്ല സ്മൂത്ത് ബോളാക്കിയിട്ട് വെക്കാം. നമ്മൾ ബോളാക്കി കഴിഞ്ഞാൽ അതിന് വിടവൊന്നും ഉണ്ടാകാൻ പാടില്ല. വിടവുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല അതിൻ്റെ സർഫേസ് നല്ല സ്മൂത്ത് ആയിരിക്കണം, നല്ല എന്താ പറയുക, നല്ല ഗ്ലേസിങ് പോലെ കാണുന്നതായിരിക്കണം. അത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ ആ ഗ്ലേസിങ് കിട്ടും. അപ്പോൾ ഞാൻ 14 ബോളാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് കണക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊരു മീഡിയം സൈസിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലുപ്പമുള്ള ബന്നാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 70 ഗ്രാം വരെ വെക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഇഞ്ചിൻ്റെയും പാൻ എടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 9 പീസാണ് വെച്ച് കൊടുക്കുന്നത്, 9 ബോളാണ് വെച്ച് കൊടുക്കുന്നത്. 8 ഇഞ്ചാണെങ്കിൽ നമ്മൾ ഈ 50 ഗ്രാമിൽ നിന്ന് കുറച്ചിട്ട് എടുക്കണം. ഒരു 40 45 ഗ്രാം എടുത്തിട്ട് ബോളാക്കിയിട്ട് 12 പീസ് വെച്ച് കൊടുക്കാം. 8 ഗ്രാം ആണെങ്കിൽ ഇത് 8 ഇഞ്ചിൻ്റെ പാനാണെങ്കിൽ കേട്ടോ, സോറി. അപ്പോൾ 7 ഇഞ്ചിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 9 പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഒന്നിനൊന്ന് ടച്ച് ചെയ്യാത്ത രീതിയിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് വെച്ച് കൊടുക്കാം. പൊങ്ങുമ്പം ഒന്നിനൊന്ന് ടച്ച് ചെയ്തിട്ട് വന്നോളും. അതിൻ്റെ എല്ലാ ഭാഗത്തും സ്പേസ് വേണം കേട്ടോ. നമ്മൾ ബൗളിൻ്റെ ഈ പാനിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ 9 ബോൾ ഞാൻ വെക്കുന്നുണ്ട്. ബാക്കി 5 ഞാൻ വേറെ ഒരു ലോഫ് പാനിലാണ് വെക്കുന്നത്. ഞാനിപ്പോൾ ഈ 9 എണ്ണത്തിന് മാത്രമേ സ്റ്റഫ് ചെയ്തിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ളത് ഏത് ഷേപ്പിലായാലും പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ലോഫ് പാനിലാണ് വെക്കുന്നത്. കുറച്ച് നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടാണ് ലോഫ് പാനിൽ വെക്കുന്നത്. ഇനി ഇതും ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നനഞ്ഞ തുണി തന്നെ വേണമെന്നില്ല, ക്ലിംഗ് റാപ്പ് ആയാലും സാരമില്ല കേട്ടോ. അങ്ങനെ വെച്ചിട്ട് കൂടുതൽ ടൈം വെക്കണ്ട, ഒരു 25 മിനിറ്റ് വെച്ചാൽ മതി. നല്ല ഒരു ചൂടുള്ള സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇതായിപ്പം പൊങ്ങി വന്നിട്ടുണ്ട്. ആ സ്പേസൊക്കെ ഗ്യാപ്പൊക്കെ വിട്ട് എല്ലാം കൂടി ഒന്നിനൊന്ന് ടച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് മിൽക്ക് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ ബ്രെഡ് ഐറ്റമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഗ് യോക്ക് കൊണ്ടാണ് വാഷ് ചെയ്ത് കൊടുക്കുക, നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് പാവ് ബന്നാണ്, നമുക്ക് എഗ് യോക്കിനെ കൊണ്ട് വാഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ മിൽക്ക് അല്ലെങ്കിൽ ബട്ടർ ഇതേതെങ്കിലും വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മിൽക്ക് വെച്ചിട്ടാണ് വാഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 200 ഡിഗ്രിയിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. 200 അവരവരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് കേട്ടോ. 200-ൽ കുറയരുത്, 200 220 വരെ പോകും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മേൽഭാഗം കരിഞ്ഞ പോലെ ഇപ്പോൾ. അപ്പോൾ ഞാനിതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിന് നമ്മൾ പുറത്തെടുത്ത് വെച്ച ഉടനെ തന്നെ കുറച്ച് ബട്ടർ കൊണ്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഗ്ലേസിങ്ങും കിട്ടും, നല്ല സോഫ്റ്റ് ആകും ചെയ്യും. അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ബേക്കായതിന് ശേഷം കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ തണുത്ത് വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ നമ്മൾ ബട്ടർ വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ ബട്ടർ വാഷ് മസ്റ്റാണ് കേട്ടോ. നമ്മളിത് ഓവനിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ഉടനെ ആ ചൂടോടെ തന്നെ ചെയ്ത് കൊടുക്കണം, ലേറ്റ് ആക്കരുത്. തണുത്തതിന് ശേഷം നമ്മൾ ബട്ടർ തേച്ച് കൊടുത്തിട്ട് കാര്യമില്ല. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ സ്റ്റഫിങ് റെഡിയാക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഏത് ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ബട്ടറിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടാകുമ്പം ഒരു 1/2 കപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടാകുമ്പോൾ കുറച്ച് നന്നായിട്ട് വാടിയിട്ട് കിട്ടും. ഒരു മിനിറ്റ് ഒന്ന് സോട്ടേ ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഒന്ന് ട്രാൻസ്പാരൻ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പേസ്റ്റാക്കിയതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചതച്ചിട്ടായാലും പ്രശ്നമില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇത് പേസ്റ്റ് ആയതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ചിക്കൻ്റെ കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ആ ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സ്റ്റഫിംഗ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റഫിംഗ് ആണ് കേട്ടോ. നമുക്ക് ഈ പാവ് ബന്നിന് മാത്രമല്ല വേറെ എന്തിനും നമുക്ക് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി വെള്ളമൊക്കെ വറ്റി ചിക്കനൊന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പോരാൻ തോന്നിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ജീരകവും പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. എനിക്ക് എരിവ് കൂടുതൽ പറ്റാത്തതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നില്ല. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എരിവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഇളക്കി അതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം എൻ്റെ അടുത്തൊരു ചെറിയ പീസ് ഉണ്ടായിരുന്നുള്ളൂ സ്റ്റോക്ക്, അതുകൊണ്ട് അതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പാലാണ്. ആ പാല് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ പാലൊന്ന് വറ്റി വരുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീസ്, മൊസറല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളടുത്തുണ്ടെങ്കിൽ സ്ലൈസ്ഡ് ചീസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില കുറച്ച് കട്ട് ചെയ്ത് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചീസ് ഒന്ന് മെൽട്ടാകുന്നത് വരെ ഒന്ന് ഇളക്കി അധികം ഡ്രൈ ആകാതെ കുറച്ച് വെറ്റ് ആയ രീതിയിൽ വേണം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അധികം ഡ്രൈ ആയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. ആ ചീസ് മെൽട്ടാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മെൽട്ടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം തണുക്കുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടി ഡ്രൈ ആവും. അതുകൊണ്ട് തന്നെ കുറച്ച് വെറ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതാ ചീസൊക്കെ ഒന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. നമുക്ക് വെറുതെ ഒരു ഡിന്നറൊക്കെ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ അതിന് കറിയായിട്ടും നമുക്കിത് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ബന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമ്മളെ പാവ് ബന്ന്. ഇനി നമുക്കിത് പാനിൽ നിന്ന് ഇളക്കിയെടുക്കാം. അടിയിൽ വിരിച്ച പേപ്പർ നമുക്ക് എടുത്ത് മാറ്റാം. ഈ പേപ്പർ ഇല്ലാതെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നിങ്ങൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാനിൽ എന്തായാലും നിങ്ങൾ ഒരു ബട്ടർ പേപ്പർ വിരിക്കണം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണിത്. നമുക്ക് വേണമെങ്കിൽ കറി കൂട്ടിയിട്ട് കഴിക്കാം. ഇത് സ്റ്റഫ് ചെയ്യാതെ തന്നെ നമ്മൾ സാധാരണ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് അധികം മധുരമൊന്നുമില്ല. നമ്മൾ സാധാരണ നമ്മൾ ബന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ എന്താ പറയുക പഞ്ചസാര ചേർക്കും. ഇത് ഒറ്റ 1 ടേബിൾ സ്പൂൺ. അത് പഞ്ചസാര മസ്റ്റാണ് ചേർക്കൽ. കാരണം നമുക്ക് ഈസ്റ്റ് പൊങ്ങണമെങ്കിൽ പഞ്ചസാരയും ചൂടുള്ള വെള്ളവും വേണം, എന്നാലേ ഈസ്റ്റ് വർക്കൗട്ട് ആവുള്ളൂ. അതാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കൽ നിർബന്ധമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് സ്റ്റഫ് ചെയ്തിട്ടെടുക്കാം. ഞാനിത് കട്ട് ചെയ്യുന്ന പൊസിഷൻ നിങ്ങൾ നോക്കിക്കോ. അതിൻ്റെ അടിഭാഗത്ത് ഒരു നേരിയ ലെയറേ ഞാൻ കട്ട് ചെയ്തിട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിത് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഫ് ചെയ്തതാണെന്ന് മനസ്സിലാവില്ല. ആ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ സ്റ്റഫ് ചെയ്തതാണെന്ന്. അതാണ് ഞാൻ പറയുന്നത്. താഴെ ഭാഗത്തെ ഒരു നേരിയ ലെയർ മാത്രം കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നടുക്കുന്ന് കുറച്ച് ബ്രെഡിങ് മുറിച്ച് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ചിക്കൻ മസാല ഇതിലേക്കൊന്ന് 1 സ്പൂൺ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മൈദ കൊണ്ടുള്ളൊരു സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ 4 വശം ഒന്ന് തേച്ച് കൊടുക്കാം കൈകൊണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പീസ് മുറിച്ചെടുത്ത് അതേ പൊസിഷനിൽ തന്നെ ഇത് കവർ ചെയ്തിട്ട് ഇത് അടച്ച് വെക്കുക. അതായത് നമ്മൾ ഏത് ഭാഗത്താണോ നമ്മൾ മുറിച്ചെടുത്ത് അതുപോലെ തന്നെ വെക്കണം കേട്ടോ. അല്ലാതെ ഷേപ്പ് മാറിപ്പോവും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് സ്റ്റഫ് ചെയ്തത് ബേക്ക് ചെയ്തതിന് ശേഷമാണെന്ന് മനസ്സിലാവില്ല. ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആണ് നമ്മൾ ഈ സ്റ്റഫ് ചെയ്തതെന്ന് നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ അതിൻ്റെ യാതൊരു അടയാളവും ഇല്ല. ആദ്യം നമ്മൾ മുറിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത ഭാഗം അതേ രീതിയിൽ, അത് ഏത് ഭാഗത്തു നിന്നാണോ മുറിച്ചെടുത്ത് അതേ ആ ഒരു പൊസിഷനിൽ തന്നെ വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ 9 ബന്നും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്.
ഞാനിപ്പോൾ ഉണ്ടാക്കിയ മസാലയും 9 ബന്നിന് കണക്കായിട്ടുണ്ടായിന്, ബാക്കി ഉണ്ടായിട്ടില്ല കേട്ടോ. നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം നോമ്പിന് എണ്ണയിൽ പൊരിച്ച കടികളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് പരീക്ഷിക്കാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ്. അപ്പം പാവ്ബൻ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് പാവ്ബൻ വാങ്ങിയിട്ടും ഈ ഒരു സ്റ്റഫിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാവ്ബൻ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നല്ലൊരു നോമ്പ് തുറക്കാനുള്ള നല്ലൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളെ പരിചയക്കാർക്കൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നോക്കിയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാലും മനസ്സിലാവില്ല, നമ്മൾ സ്റ്റഫ് ബേക്ക് ചെയ്തതിന് ശേഷം മുറിച്ചിട്ടാണ് ഇത് സ്റ്റഫ് ചെയ്തതെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ആ മുറിച്ചെടുത്ത് അതേ ലെവലിൽ തന്നെ നമ്മൾ അത് തിരിച്ചവിടെ വെക്കണം. ഇനി ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പാലും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്നൊരു ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം, മുട്ടയിൽ മുക്കിയിട്ട്. കുറച്ചും കൂടി കഴിക്കാൻ ടേസ്റ്റും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെറുതെ അതുപോലെ തന്നെ സ്റ്റഫ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, വെറുതെ ടോസ്റ്റ് ചെയ്തിട്ട്, എണ്ണ ചേർക്കാതെ തന്നെ വെറുതെ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. ഞാനിവിടെ കുറച്ച് ഒരു 1.5-2 ടേബിൾ സ്പൂൺ മാത്രമേ ഓയിൽ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് ഈ മുട്ടയിൽ ഇതൊന്ന് നന്നായിട്ട് മുക്കിയെടുത്തിട്ട് ഒന്ന് എല്ലാ വശവും തിരിച്ചിട്ട് കൊടുത്തിട്ടും മറിച്ചിട്ട് കൊടുത്തിട്ടും പൊരിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആകെ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ ഓയിൽ മതി ഇത് മൊത്തം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറുങ്ങനെ ഒന്നൊരു ഷാലോ ഫ്രൈ, അഥവാ തീരെ ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് വെറുതെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. ഇനി അതെല്ലാമെന്ന് വെച്ചാൽ ബേക്ക് ചെയ്യാനും ഒന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുത്താലും മതി. കാരണം നമ്മൾ മൈദൻ്റെ സ്ലറി ചേർത്താണ്, അതൊന്ന് കുക്കാകണമല്ലോ, അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാ വശവും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഓരോ സെക്കൻഡ് 2 സെക്കൻഡ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഫ്രൈ ആയിക്കോളും, കൂടുതൽ മുരിയാനൊന്നും വെക്കണ്ട. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കഴിക്കാം, വേണമെങ്കിൽ എന്തെങ്കിലും ഡിപ്പും ചേർത്തിട്ട് കഴിക്കാം. കണ്ടോ, നല്ല സ്റ്റഫിങ്ങും നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.